ഇന്നലെ രേണുസുതി രാത്രിയിൽ കരഞ്ഞ് നിലവിളിക്കുന്നതും എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ പോകണമെന്ന് ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കിയൊക്കെ പറയുന്നതൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം രാത്രിയിൽ നടന്ന സംഭവങ്ങളും ഇതുവരെ നടന്ന സംഭവങ്ങളും എല്ലാമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇന്നലെ രാത്രി ഷാനവാസ് നമ്മുടെ ആദിലയും കൂടിയിരുന്ന് അനുമോളെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് രാവിലെ അക്ബറും ആദിലയും തമ്മിൽ അനുമോളെ കുറിച്ച് പറയുന്നുണ്ട്. അനുമോളാണ് ഇപ്പോൾ അവിടുത്തെ എല്ലാവർക്കും ഉള്ളൊരു കണ്ടന്റ്. രാവിലെ അനുമോളെ ഹോട്ട്സ്റ്റാറിന്റെ പ്രേക്ഷകരെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഒരു വിഭവം ഉണ്ടാക്കാൻ, ഓണത്തിന് ഒരു വിഭവം ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് വിഭവം അല്ലെ, എനിക്ക് തന്നെ തെറ്റുന്നല്ലേ, ഓണത്തിന് വേണ്ടിയിട്ട് ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനുമോളെ തിരഞ്ഞെടുത്തത്. കാരണം അതിൻ്റെ ഒരു കുശുമ്പും അസൂയയും എല്ലാം കൂടി എല്ലാവർക്കും ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു കാഴ്ചയും കൂടിയാണ് നമ്മളിപ്പോൾ ബിഗ് ബോസ് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് ഞാനൊരു രാത്രിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ രേണുസുതി ഇങ്ങനെ എന്താ പിന്നെ നമ്മുടെ മൈജി കോർണറിൽ ചെന്നിരുന്ന് എനിക്ക് പോകണം ബിഗ് ബോസ്, എനിക്കിവിടെ പറ്റുന്നില്ല, എനിക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നമാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എന്നെ ഒന്ന് പുറത്തു വിടൂ ബിഗ് ബോസ്, എന്നെ ഒന്ന് പുറത്തു വിടൂ. വളരെ കെഞ്ചി വളരെ യാചനാപൂർവ്വം പറയുന്ന ഒരു വിഷ്വലാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. കുറേ നേരം അത് കാണിച്ചു. അതിനുശേഷം പിന്നെ അപ്പാനിയൊക്കെ വന്നിരുന്നപ്പോൾ തന്നെ അപ്പാനിയൊക്കെ വിളിച്ചു. അവിടെ വന്നിരുന്ന് ഇങ്ങനെ അത്തപ്പൂവിൻ്റെ അടുത്ത് ഇങ്ങനെ മലമലാന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എനിക്കറിയത്തില്ല എന്താണ് ഇത് കാണിക്കുന്നത്, മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ അതോ ഡ്രാമയാണോ എന്താണെന്ന് അറിയത്തില്ല. ബിഗ് ബോസ് എന്തായാലും ഇതിനെ പുറത്തിറക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു പണിയില്ല. ഇങ്ങനെ പേൻ പിടിക്കുക, അതിനെ ഇങ്ങനെ കൊല്ലുക, അതിനുശേഷം അല്ലെങ്കിൽ ഈ കട്ടിലിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ട് അവിടെ ഇരുന്ന് കൊല്ലുക, അല്ലെങ്കിൽ പേനെ ഇങ്ങനെ പിടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ തറയിലോട്ട് അങ്ങ് ഇടുക, അല്ലെങ്കിൽ എറിയുക, ആരുടെയെങ്കിലും ബെഡിലോട്ട് എറിയുക. ഇതൊക്കെ ഒരു നാഷണൽ ഒരു ഷോയാണ്, ഒരു റിയാലിറ്റി ഷോയാണ് അല്ലേ. എല്ലാവരും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബിഗ് ബോസ് അത് കാണാതിരിക്കുമോ? നമ്മളെ കാണിക്കാതിരിക്കും ലൈവില്. ഇങ്ങനെ പേൻ പിടിക്കുന്നതും ഇങ്ങനെ കൊല്ലുന്നതും ഒക്കെ നമ്മളെ കാണിക്കാതിരിക്കുമോ? നമ്മളെ കാണിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ഈ കാണിക്കാതെ നമ്മൾ അവരെന്തെങ്കിലും ചെയ്തോട്ടെ. അവരെന്തിനാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഈ പേൻ പിടിക്കുന്ന കാണുമ്പോൾ എന്താണ് അതുകൊണ്ട് എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർക്ക് അത് മാറാൻ പറ്റില്ല. അവരുടെ റിയൽ ക്യാരക്ടറാണ്. അവരെപ്പോഴും ഇങ്ങനെ പേനെ കൊന്നായിരിക്കും വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോഴും ഇവിടെ ശീലിക്കുന്നത്. കാരണം അങ്ങനെ കൊല്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ പേനെ എടുത്തിട്ട് കൊല്ലാൻ പറ്റില്ല. അപ്പോൾ അതവരുടെ ക്യാരക്ടറാണ്. അപ്പോൾ അതെന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ അവരെ എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അവരെ വീണ്ടും നെഗറ്റീവ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തിനുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അവർ പറഞ്ഞു വിടണം അതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ കൊടുക്കണം, എന്തെങ്കിലും മരുന്ന്, പേനെ കൊല്ലാനുള്ള മരുന്നുകൾ കൊടുക്കണം. ഇഷ്ടംപോലെ ഷാമ്പു, അങ്ങനെയുള്ള ഷാമ്പു ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് കുളിക്കത്തില്ല, തല കുളിക്കുന്നേ ഇല്ല. ഈ കുളിക്കാത്തതാണ് പ്രശ്നം എന്നാണ് തോന്നുന്നത്. കാരണം ഷാമ്പൂസ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് അവിടെയുള്ള കണ്ടസ്റ്റന്റുകൾ അത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിനുശേഷം ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാത്രി ഷാനവാസ് ആദിലയുമായിട്ട് ഇരുന്ന് സംസാരിക്കണം. എന്താണ് അനുമോളെ കുറിച്ച് തന്നെയാണ്. അനുമോൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഉള്ളൊരു കണ്ടന്റ്. അപ്പോൾ അനുമോളെ കുറിച്ച് സംസാരിക്കുകയാണ്. അനുമോള് പിച്ചി നുള്ളി അവളെ പിന്നെ ഞാൻ പഴയ ഒരു പണ്ടങ്ങാണ്ട് കണ്ട ഒരു അവസ്ഥയിൽ സീരിയൽ അഭിനയിക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞു വിട്ട ഒരു പെൺകുട്ടിയായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. ഒരു സീരിയൽ അഭിനയിക്കാനെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും അഭിനയിക്കാനൊന്നും കഴിയത്തില്ല. ചിലപ്പോൾ അറിവില്ലായിരിക്കും. അവരെ പറഞ്ഞു വിട്ടത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൺസിഡറേഷനിലാണ്. ഇപ്പോൾ ഈ 11 വർഷം അവൾ അഭിനയത്തിൽ വന്നിട്ട് 11-12 വർഷമായി ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ കണക്കാണ് ഞാൻ കണ്ടത്. അതായത് ഈ പിച്ചത് എന്തിനാണ്, ടാസ്ക് സമയത്താണ് ഈ നഖം കൊണ്ടതാണ് ഈ മാന്തി എന്ന് പറഞ്ഞത്. പിച്ചിയത് അവളുടെ ആ പാവക്കുട്ടിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റാത്ത സമയമാണ്. ഇപ്പം സംസാരിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അവരെ നിങ്ങൾ എന്തിനാണ് എൻ്റെ പാവ പിടിക്കുന്നത് എന്ന് ചോദിക്കാം. പക്ഷേ അവൾ സംസാരിക്കാൻ പറ്റാത്തപ്പോൾ അവൾ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി, അപ്പം ഇങ്ങനെ നുള്ളിയെടുത്തു. അപ്പോൾ കാരണം പാവയെ പിടിക്കാനായിട്ട് എപ്പോഴും എല്ലാവരും അത് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നുള്ളിയത്. അല്ലാണ്ട് ഒരു വെറുതെ ഇരുന്ന ഒരാളിനെ പോയിട്ട് ഇങ്ങനെ നുള്ളിയതല്ല. എന്തിനാണ് ഒരാളിനെ ഇഷ്ടമില്ലാലോ, ഒരാൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിലേക്ക്, അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പിന്നെ ചെല്ലുന്നത് കൊണ്ടല്ലേ അവരുടെ ഇന്ന് പിച്ച് നുള്ളുക കിട്ടുന്നത്. എന്നിട്ട് അത് ഇത്രയും വലിയ ഒരു മനുഷ്യൻ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം, എല്ലാവരോടും പറഞ്ഞു. അത് മാത്രമാണ് ഇയാൾക്ക് പറയാനുള്ളത്. എന്നിട്ട് അതിലെ പറയുന്ന ശൈത്യയുടെ കാര്യം നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. ശൈത്യ ഇവിടെ വന്ന് ഓരോന്ന് കേൾക്കും, അത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരോട് കൂടും. പിന്നെ ഇപ്പം പറയുന്ന ലവ് ട്രാക്ക് ശൈത്യ പറഞ്ഞത് ലവ് ട്രാക്ക് പിടിച്ചെന്ന് എന്തോ ഒരു അതാ പറഞ്ഞ ഇത്രയും ദുഷിച്ച മനസ്സുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. ഒരു ബിന്നി എന്ന് പറയുന്ന ഒരു വിഷം വന്നിരുന്നത് പറഞ്ഞു. ഈ ബിന്നി പിന്നെ MBBS പാസ്സായില്ലെന്നാണ് അറിയുന്നത്. MBBS എന്ന് പറഞ്ഞാൽ ചൈനയിൽ, ഇവിടുത്തെ MBBS അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ MBBS പിന്നെ ഇവിടെ ഡോക്ടർ എന്നുള്ളൊരു വേണമെങ്കിൽ മെഡിക്കൽ കൗൺസിലിൽ ഒരു എക്സാം പാസ്സാവണം. ആ എക്സാം പാസ്സായെങ്കിൽ മാത്രമേ ഇവിടെ ഡോക്ടർ എന്ന് പേര് വെക്കാൻ പറ്റൂ. അല്ലാണ്ട് ഇവിടെ ആരെയും
ചികിത്സിക്കാനോ ഡോക്ടർ എന്നൊന്നും വെക്കാൻ പറ്റൂല. അപ്പം ചൈനയിൽ പോലും പാസ്സാവാതാണ് വന്നതെന്നുള്ള ഒരു വീഡിയോ എല്ലായിടത്തും അവരുടെ തന്നെ മാമിയോ അമ്മായിയോ പിന്നെ അങ്ങോട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലായിടത്തും അത് സ്പ്രെഡ് ആവുന്നുണ്ട്. ചൈനയിലൊന്നും പാസ്സായിട്ടില്ല. ചൈനയെ പാസ്സായിട്ട് പോലില്ല. പിന്നെ ഇവിടെ മെഡിക്കൽ കൗൺസിലിന്റെ എക്സാം പാസ്സായെങ്കിൽ ഇവിടെ ഡോക്ടർ ആകത്തില്ല. അപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് കള്ളത്തരമാണ്. വെറുതെ +2 +2 എന്ന് പറഞ്ഞാൽ മതി. MBBS ഒക്കെ ആദ്യം ചൈനയിലോ ഏതെങ്കിലും നാട്ടിലൊക്കെ പോയി പഠിച്ച് വന്നിട്ട് ഇവിടുത്തെ മെഡിക്കൽ കൗൺസിൽ എക്സാം എഴുതി അതും ജയിച്ചതിന് ശേഷമേ ഡോക്ടർ ആകാൻ പറ്റും. നമ്മുടെ ഈ MBBS വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് വേറൊരു ഇവിടുത്തെ മെഡിക്കൽ കൗൺസിൽ എക്സാം എഴുതിയെങ്കിൽ മാത്രമേ അവർക്ക് ഇവിടെ അംഗീകാരം കിട്ടൂ. അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പം LLB കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ബാർ കൗൺസിലിന് ഒരു എക്സാം നടത്തി LLB പാസ്സായി എന്ന് വിചാരിച്ച് നമ്മൾക്ക് വക്കീലാവാനോ വക്കാലത്തിടാനോ പറ്റില്ല. നമുക്ക് 2009 തൊട്ടാന്ന് തോന്നുന്നു 8 തൊട്ടോ 9 തൊട്ടോ കണ്ടു 9 തൊട്ടോ 10 തൊട്ടോ മീൻസ് 9, 10 ആ കാലഘട്ടത്തിൽ ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ എക്സാം എന്ന് പറഞ്ഞ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ മെഡിക്കൽ കൗൺസിൽ പോലെ ആ LLB പാസ്സായി കഴിഞ്ഞാൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം എഴുതണം. ആ എക്സാം പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് വക്കാലത്തിടാൻ പറ്റൂ. നമ്മൾ വക്കീലാവാൻ പറ്റൂ. 2 വർഷത്തിനുള്ളിൽ അത് ചെയ്യണമെന്നാണ്. 2 വർഷത്തിനുള്ളിൽ ചെയ്യാത്തവരെയൊക്കെ അഡ്വക്കേറ്റ് എന്നുള്ള പദവിയിൽ നിന്ന് മാറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള എക്സാമുകൾ പാസ്സായെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ വെക്കാൻ പറ്റും. ഓക്കെ, അഡ്വക്കേറ്റ് ഒന്ന് ചുമ്മാ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വക്കാലത്ത് ഒപ്പിടേണ്ട ഒരു കേസ് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു അധികാരം, ഒരു റൈറ്റ്, അതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് പറഞ്ഞെന്നുള്ളൂ, സോറി. അപ്പോൾ പിന്നെ എന്തായാലും ഇന്നലെ രാത്രി ഷാനവാസുമായിട്ട് നമ്മുടെ ആദില നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആദിലയും പരദൂഷണം പറയുന്ന കൂട്ടത്തിലാണ്. അനുമോളെയാണ് കുറ്റം പറയുന്നത്. അത് അനുമോളെ കുറ്റം ഇവരെല്ലാം കേട്ടിട്ട് അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എല്ലാവരും പറയുന്ന കേട്ടിട്ട് ആദിലയും കൂടെ ഇരുന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അനുമോളെടുത്ത് വന്നിട്ട് പിന്നെ പ്രേക്ഷകരുടെ മുന്നിൽ നല്ല പിള്ള ചമയാണ്. പ്രേക്ഷകരുടെ മുന്നിൽ നീ അങ്ങനെ പിച്ചിയില്ലേ ഷാനവാസ്കായെ, നീ പിന്നെ മനഃപൂർവ്വം പിച്ചിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം പ്രേക്ഷകരെ മുന്നിൽ ഞാൻ അവിടെ നിന്ന് കേട്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കൺഫേം ചെയ്യുകയാണ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിങ് ആണത്. അതൊരു ഡ്രമാറ്റിക് ആക്ടിങ്, ഒരു പിന്നെ എന്താ പറയുക, ഒരു വേറൊരു തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു ഡിഫറെൻറ്റ് ആക്ടിങ് ആണത്. കാരണം പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇത് എത്തുവാണെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിൽ ആദില എന്ന് പറയുന്ന വ്യക്തി നല്ല പിള്ളയാണ്, നല്ല വ്യക്തിയാണ്. കാരണം അനുമോൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന എന്ന് പറയുന്നു. എന്നിട്ട് അവൾ ഒന്നും അംഗീകരിക്കത്തില്ല, നമ്മൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. പിന്നെ അവിടെ ഇരുന്ന മറ്റുള്ളവർ എല്ലാവരോടും ചേർന്ന് പറയുന്ന അവൾ ആരെയും പിന്നെ എന്തോ പറയുന്നത് അവർ പറയുന്നത് ശ്രദ്ധിക്കത്തില്ല, ലിസൺ ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പിന്നെ അനുമോൾ എന്തിനാണ് ലിസൺ ചെയ്യുന്നത്? നിങ്ങളെല്ലാം ഓരോ ആൾക്കാരുടെ അടുത്തിരുന്ന് കുറ്റം പറയുന്നത് അവളെയാണ്, അവളത് കാണുവാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ എന്തിനാണ്, അങ്ങനെയുള്ള ആൾക്കാരെ ഇവളെന്തിനാണ് ലിസൺ ചെയ്യാൻ പോകുന്നത്? അവൾ കളിക്കാൻ വന്നതാണ്. അവൾ കളിക്കാൻ അവൾ കൃത്യമായി കണ്ടന്റ് കൊടുക്കുന്നത്, നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവൾ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം കിച്ചണിൽ ഫുഡിന്റെ കാര്യം പറഞ്ഞാണ് എല്ലാ ദിവസവും. ഇപ്പം ജയിലിൽ കിടന്നപ്പോൾ തന്നെ ഇന്നലെ പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ ജിസേലുമായിട്ട് വീണ്ടും നുണച്ചീന്ന് വിളിക്കുന്നത്. അവൾ കണ്ട കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ പ്രേക്ഷകരും ഒരുവിധം എല്ലാം കണ്ടതാണ്. മുഴുവൻ കണ്ടിട്ടില്ലെങ്കിലും 90% പ്രേക്ഷകർക്കും എന്ന് പറഞ്ഞാൽ ചോറ് തിന്നുന്ന പ്രേക്ഷകർക്ക് അറിയാം കണ്ട കാര്യം അത് കൃത്യമാണെന്നുള്ളത്. അത് അപ്പോൾ ചോദിക്കുന്നത് ഞങ്ങൾ പിന്നെ ബാച്ചിലേഴ്സ് അല്ലേ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ആരും കല്യാണം കഴിച്ചില്ല, ജിസേൽ കല്യാണം ഇല്ലേ? കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പരിപാടി ചെയ്യാനുള്ള സ്ഥലമാണ് ബിഗ് ബോസ് ഷോ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കല്യാണം കഴിക്കാത്ത ആണിനും പെണ്ണിനും ഒക്കെ പരിപാടി ചെയ്യാനുള്ള സ്ഥലമൊന്നും അല്ല ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. ബിഗ് ബോസ് ഷോ റിയാലിറ്റി ഷോയാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങളങ്ങ് അംഗീകരിക്കണം. എന്നിട്ട് അത് മാത്രമല്ല, നിങ്ങളത് കണ്ടത് അവൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ മിക്കവാറും ഇത് പറയുന്ന വീഡിയോയിലെല്ലാം പറയാറുണ്ട്. അവളെ മോശക്കാരിയാക്കാൻ ഏതോ ലവ് ട്രാക്ക് പിടിച്ചു എന്ന് പറഞ്ഞാൽ അവളെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവളിത് പറഞ്ഞത്. ഇപ്പോൾ ഇത് കേൾക്കുന്ന കുറേ എണ്ണം പറയും ഞാൻ PR ആണ്. എന്നിട്ട് എനിക്ക് PR ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല തൽക്കാലം. കാരണം എനിക്ക് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹിക്കുന്നുമില്ല, ഉള്ളത് പറയല്ലോ. ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലോണം കളിക്കുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു. ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ആദിലയെ നൂറയെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആര് കളിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യും. ഇനി പുതിയ വൈൽഡ് കാർഡ്സ് വന്നിട്ടുണ്ട്, അവരാരാണോ നന്നായിട്ട് കളിക്കുന്നത് അവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരുവിധം കളിക്കുന്നു എന്ന് തോന്നിയ മസ്താനി ഞാൻ സപ്പോർട്ട് ചെയ്യും. ജിഷിൻ അത്യാവശ്യം കളിക്കുന്നുണ്ട്, ലക്ഷ്മി കളിക്കുന്നുണ്ട്, പ്രവീണും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ സാബുമൻ കളി തുടങ്ങിയിട്ടില്ല, എല്ലാവരുടെ അടുത്തും പോയിരുന്ന കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നേ ഉള്ളൂ. ഇനി ഏത് കാലത്ത് ശേഖരിച്ച് തീരുമെന്ന് അറിയില്ല. എന്തായാലും കളിക്കട്ടെ, കളിച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യും. ആരുടെയും PR ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള പ്രൊഫഷനുണ്ട്, അതുകൂടാതെ ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് PR എന്ന് പറഞ്ഞ് വന്ന് വിവരദോഷികൾ PR എന്ന് പറഞ്ഞ് പറയാതെ, കാരണം നമ്മൾ കാണുന്നത് മാത്രമേ പറയാറുള്ളൂ. ഈ ലൈവ് 24/7
ലൈവിൽ 2-3 രാത്രി ഞാൻ ആകപ്പാടെ ഉറങ്ങുന്ന 2-3 മണിക്കൂറാണ്. ഒരു 2-2:30 മണി വരെയൊക്കെ ഞാൻ ലൈവിൽ ഇരിക്കുവാണ്, ലൈവ് കാണുവാണ്. പിന്നെ ചിലപ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഉറക്കം തൂങ്ങി വീഴുന്നു കണ്ട് കാരണം നമുക്ക് ഓണവിലാണല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് ലൈവ് പറയുന്നത്. അല്ലാണ്ട് ലൈവ് കാണാതെ എപ്പിസോഡിൻ്റെ ഒരു ഇച്ചിരി ഭാഗം കട്ട് ചെയ്ത ഭാഗം മാത്രം കാണില്ല. എൻ്റെ ബാക്കിൽ ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ഇത് ലൈവ് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഈ ലൈവ് ഹോട്ട്സ്റ്റാർ ഒരു വലിയ TV കണക്ട് ചെയ്ത് ഇതാണ്ട് ഇവിടെ ഇരിക്കുന്നതാണ്ടോ ഇത് വൈഫൈ ഞാൻ എൻ്റെ ഈ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ഒരു TV-യും സെറ്റ് ചെയ്ത് വൈഫൈയും സെറ്റ് ചെയ്ത് ഫുള്ള് ലൈവ് കാണാൻ വേണ്ടി ഇതാണ്ട് ഇപ്പുറത്തെ എൻ്റെ കട്ടിലാണിത്. അപ്പോൾ ഈ ബെഡിൽ ഞാൻ കിടക്കുവാണ്. അപ്പോൾ ഇതേ കണക്ക് ഞാൻ ഇങ്ങനെ ഫുള്ള് ലൈവ് കണ്ടിട്ടാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത്. അല്ലാണ്ട് ആരും പറയുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡിൻ്റെ ഇച്ചിരി കട്ട് ചെയ്ത് കണ്ടിട്ടോ അല്ല ഞാൻ ലൈവ് പറയുന്നത്. ഞാൻ ഫുള്ള് ലൈവ് കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദിലയും ഷാനവാസോട് ഇന്നലെ ഇരുന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് അക്ബറുമായിട്ടിരുന്നും ആദില പറയുന്നുണ്ട്. എന്നിട്ട് ആദില ഷാനവാസിനോട് പറഞ്ഞു, ഞാൻ നൂറായി ഇതിനകത്ത് കൂട്ടുന്നില്ല, നൂറായിക്ക് നിൽക്കാനറിയാം. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, ആരെങ്കിലും ഒരാൾ ഫൈനൽ 5 വരട്ടെ എന്നുള്ളതാണ് ആദിലയുടെ ചിന്ത. രണ്ടുപേരും കൂടി ചിലപ്പോൾ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരാളെങ്കിലും ഫൈനൽ 5 വരട്ടെ. അപ്പം നൂറ് പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നൂറ് ഇതിന് നിൽക്കുന്നില്ല. നൂറ് എല്ലാവരും കൂടെ ഇന്ന് കേൾക്കുന്നു. പക്ഷെ നൂറ് ആരെയും കുറിച്ച് കുറ്റം പറയുന്ന കേൾക്കുന്നില്ല. രണ്ടുപേരുടെയും ക്യാരക്ടർ രണ്ടും രണ്ടാണ് കേട്ടോ. ആദിലയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ദൂഷിപ്പ് പറയുക. അതേപോലെ നൂറയുടെ ഒരു ക്യാരക്ടർ വേറെയാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായി. പിന്നെ അതിനൊക്കെ ആദിലേക്ക് കുറച്ചും കൂടി അഹങ്കാരമുണ്ട്. ഇന്നലെ മുതൽ അനീഷിന് ഇരിക്കാൻ സ്ഥലം കൊടുത്തില്ല. ശരിയാണ്, അനീഷ് ഒരു സ്ഥലത്ത് ഇരുന്ന് അനീഷ് എന്തിനാണ് ഒരു പ്രത്യേകം ഒരു സ്ഥലമുണ്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പിടിവാശി പിടിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം കറക്റ്റാണ്. അപ്പോൾ എന്നിട്ട് അത് അയാളുടെ ഒരു ക്യാരക്ടറിൽ അയാൾ കുറച്ചു നേരം പറഞ്ഞിട്ട് അയാൾ അപ്പുറത്ത് പോയിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ ഈ ലൈവിലും അനീഷിനെ എന്നിട്ട് ഇന്ന് രാവിലെ പറഞ്ഞു, അനീഷ് ഏട്ടനെ ഇതാണ്ട് സ്ഥലം ഞാൻ ഒഴിഞ്ഞു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അയാൾ ആ സ്ഥലത്ത് ഇരുന്നതെന്ന് അയാൾ വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു സംഭവമാണ് അത് ഇരിക്കാൻ. ബാക്കിൽ ചാരാൻ സ്ഥലമില്ലായിരുന്നു, ആർക്കും അതിലേക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ പോയി അയാൾക്ക് സ്ഥലമില്ല. എന്നിട്ട് ആദ്യം പോയി വന്ന സമയത്ത് ഫസ്റ്റ് വീക്കിൽ അയാൾ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. അയാൾ അങ്ങനെയാണ് അവിടെ ഇരുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ സ്ഥലം കൊടുത്തതിന് ശേഷം അയാൾ അവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും ഒരു താങ്ക്സ്, എല്ലാവരോടും എനിക്ക് താങ്ക്സ് ഉണ്ട്, ബിഗ് ബോസ് നന്ദി, എനിക്ക് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എനിക്ക് തിരിച്ച് ആ സ്ഥലം തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അതിൽ അവിടെ തന്നെ കയറിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു ഇത് മോശമാണെന്ന് അയാൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ചെറുതായിട്ട് മാറിക്കൊടുത്ത് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക് വന്നു. പണിപ്പുര ടാസ്കിൽ വൈൽഡ് കാർഡ്സ് ആണ് ജയിച്ചത്. പിന്നെ എല്ലാ 5 പേരും കയറി ഇറങ്ങണമായിരുന്നു. കുഴപ്പമില്ല, നല്ല ഒരു ടാസ്ക് ആയിരുന്നു. 5 പേര്, അതിൻ്റെ കുറേ തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു കാര്യമില്ലാതെ ഹൗസ് മേറ്റ്സ് പറയുന്ന ലക്ഷ്മി ഇറങ്ങിയില്ല. ലക്ഷ്മി കറക്റ്റ് ബസ്സറടിക്കുന്നതിന് മുമ്പ് ഇറങ്ങി. ലക്ഷ്മി ഇറങ്ങിയതിന് ശേഷമാണ് ബസ്സറടിച്ചത്. പിന്നെ ഒരു സെക്കൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടാസ്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും അനീഷിനെ ഇരിക്കാനായിട്ട് ആദിലെ നൂറെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നു. അതിൽ ഒരു തരത്തിലും മാറി കൊടുക്കുന്നില്ല. അനീഷ് അവിടെ തറയിരുന്നു. ബിഗ് ബോസ് പറഞ്ഞ് അനീഷ് മുകളിൽ കയറിയിരിക്കും. അപ്പോൾ അവന് ഭയങ്കര ഹേർട്ടായിട്ടാണ് തോന്നിയത്. കാരണം ഈ പിള്ളേരെ ഭയങ്കര സ്നേഹമായ അവനെ സംബന്ധിച്ചുള്ള അനീഷിനെ സംബന്ധിച്ചുള്ള അനീഷ് ആരെടുത്ത് ഒരു പരദൂഷണോ ഒരു കുന്നായ്മയും പറയാത്ത ഒരു വ്യക്തിയാണ്. ഒരു ഗ്രൂപ്പിലും പെടത്തില്ല. അയാൾ അവിടെ നടക്കുന്നു, അയാളെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുന്നു, അയാൾ അത് ചെയ്യുന്നു. അല്ലാണ്ട് ഇതുവരെ ആ ഹൗസിൽ ഒരു പരദൂഷണം പറയാത്ത, ഒരു ഗ്രൂപ്പിലും പെടാത്ത ഒരേ ഒരു വ്യക്തി ഞാൻ അനീഷിലാണ് കണ്ടത്. ഉള്ളത് പറയണമല്ലോ. പിന്നെ അനിമോളുടെ കുറ്റം പറയുന്നവരെങ്കിലും കുറ്റം പറയുന്നുണ്ട്. പക്ഷെ അനീഷ് ഒരാളിൻ്റെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. എന്നാൽ എല്ലാത്തിലും ഇടപെടുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പിലും പോയിരിക്കുന്നില്ല. കറക്റ്റ് ലാലേട്ടം ചോദിക്കുമ്പോൾ കൃത്യമായി സത്യസന്ധതയോടുകൂടി പറയുന്നുണ്ട് കേട്ടോ. സത്യസന്ധത എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അനിമോളും അത്യാവശ്യം കണ്ടന്റ് കൊടുക്കണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ അനിമോളും വളരെ സത്യസന്ധമായിട്ടാണ് ഇതിനകത്ത് ഈ ഒരു ഹൗസിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അപ്പോൾ എന്നിട്ട് ആദില മാറിയില്ല. പിന്നെ ലാസ്റ്റ് കുറേ നേരം പറഞ്ഞതിന് ശേഷം അയാളെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ബിഗ് ബോസ് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത പോലെ അനീഷ് അവിടെ ഇരിക്കൂ. അപ്പോൾ ബിഗ് ബോസിന് കൂടി മനസ്സിലായി, ബിഗ് ബോസ് സംസാരിക്കുന്ന ബിഗ് ബോസിന് കൂടി മനസ്സിലായി അവന് ഭയങ്കരമായിട്ട് ഹേർട്ടായി എന്ന്. അപ്പോൾ അവരൊരുമാതിരി കളിയാക്കുന്നു. അങ്ങനെ ഒരു 10-39 വയസ്സുള്ള ഒരു മനുഷ്യനാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാം. ഇന്നലെ അതുപോലെ തന്നെ ഷാനവാസ് അവനെ നീ ബാങ്കിൽ നിന്നൊക്കെ നിന്റെ കാര്യങ്ങളൊക്കെ അറിയാം, നീ കള്ളനാണ്, അതുകൊണ്ടാണ് നീ ബാങ്കിൽ നിന്നൊക്കെ പോരുന്നത്. അപ്പോൾ ബാങ്ക് ജോലിയുള്ളവൻ ബാങ്കിൽ നിന്ന് കള്ളത്തരം കാണിച്ചു പോയി എന്നുള്ള രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഷാനവാസ് വളരെ മോശമാണ്, വളരെ മോശമാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ബാങ്കിലായിരുന്നു, ബാങ്ക് മാനേജറായിട്ട് 10 വർഷത്തിന് ശേഷം റിസൈൻ ചെയ്തു. കാരണം എനിക്കിപ്പോൾ ഞാൻ 11 വർഷമായിട്ട് ഒരു അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പോൾ അഡ്വക്കേറ്റ് പ്രൊഫഷൻ തൽക്കാലത്തേക്ക് കുറച്ച് മതി. ഞാൻ രാവിലെ പോയാൽ വൈകുന്നേരം മാത്രം വരുന്ന പ്രൊഫഷനെന്നും പറഞ്ഞ് അഡിക്റ്റ് ആയിട്ടിരുന്ന ഒരാളായിരുന്നു. ഞാനിപ്പോൾ മാറിയത് എന്തുകൊണ്ടാണ്? എനിക്ക് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട്
നമ്മുടെ പ്രൊഫഷനെ നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, അതൊരു ഗവൺമെൻറ് ജോബിൽ പോയ പോലെ ബാങ്ക് എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആ ഒരു ജോലി അയാളിൽ നിന്ന് അയാളുടെ ഇഷ്ടം കണ്ടെത്താൻ വേണ്ടി അയാൾ വന്നതാണ്. ഞാൻ എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ടെൻഷൻ പ്രൊഫഷനാണ് നമ്മുടെ അഡ്വക്കേറ്റ് പ്രൊഫഷൻ. കാരണം സ്വന്തമായിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മളൊരു സീനിയറിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തമായിട്ട് സീനിയറായ ഒരാളാണ്, സീനിയർ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് പ്രൊഫഷൻ ടെൻഷനാണ്. നമ്മൾ ഒരുപാട് ഫാമിലി പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ റിലീഫ് ആവാൻ വേണ്ടി ഇത് യൂട്യൂബ്, അതുപോലെ തന്നെ ഡാൻസ്, പിന്നെ അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, സിനിമയായാലും നാടകമായാലും നമ്മൾ അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും അതുപോലെയാണ്. അല്ലാണ്ട് നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ മോശക്കാരി ആയതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇപ്പം അനീഷ് പിന്നെ ബാങ്കിലെ കള്ളത്തരം കാണിച്ച് അനീഷ് അതുകൊണ്ട് റിസൈൻ ചെയ്ത് പോയതെന്നൊക്കെ പറയുന്നത് ഷാനവാസെ എന്ത് പറഞ്ഞാൽ മഹാവിവരക്കേടാണെന്ന് മാത്രമേ എനിക്ക് ഷാനവാസിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഷാനവാസിനെ ഇഷ്ടമാണ്. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പേ ഷാനവാസിൻ്റെ സീരിയലൊക്കെ ചെയ്ത് ഷാനവാസിനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് തോന്നിയത്. അപ്പം അതുകൊണ്ട് പിന്നെ അത് പോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ആദിലയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പം ആദില ഒരിക്കലും നമ്മൾ ആദിലയെ നല്ല രീതിയിലാണ് കണ്ടത്. പക്ഷെ ആദില എക്സ്പോസ് ആയി ആദിലയുടെ സ്വഭാവം കറക്റ്റ് ആയില്ല. അതും ഒരു പരദൂഷണ കമ്മിറ്റിയുടെ കൂടെ കൂടുന്ന കണക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അക്ബർ, അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ ഇപ്പൊ ഷാനവാസ് എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പരദൂഷണ കമ്മിറ്റി അനുമോൾക്കെതിരെ വീണ്ടും ആവുന്നു. രാവിലെ അനുമോളെ ബിഗ് ബോസ് തന്നെ പറഞ്ഞു, ഹോട്ട്സ്റ്റാറിലെ പ്രേക്ഷകർ അനുമോളെ ഒരു ഓണത്തിന് ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഫുൾ അസൂയാണ്. നമ്മളൊരു അത്യാവശ്യം ഒരു ഇത്തിരിയെങ്കിലും സ്നേഹമുള്ള ആൾക്കാർക്ക് പരസ്പരം ഒരു ഭയങ്കരമായിട്ട് കുശുമ്പൊന്നും തോന്നൂല, അസൂയൊന്നും തോന്നൂല. അപ്പോൾ അത് നല്ല കാര്യമാണെന്ന് ഒരാൾ പോലും വന്നിട്ട് അനുമോളെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ല. അപ്പം അനുമോള് പക്ഷെ അനീഷാണ് ഒരാൾ പോലും എന്ന് പറയാൻ പറ്റില്ല. അനീഷ് അപ്രീഷിയേറ്റ് ചെയ്ത് അനീഷ് തന്നെയാണ് വായിച്ചത്. അനീഷ് കൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി ക്യാമറയോട് പറയാൻ പറഞ്ഞു എന്തൊക്കെ വേണമെന്ന്. ജിഷിനും അതുപോലെ തന്നെ സന്തോഷമായി. അപ്പോൾ വേറെ ആർക്കും വലിയ സന്തോഷമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബഹളം ഉണ്ടാക്കുമ്പോൾ തന്നെ അനുമോളാണ് പിടിച്ചിരുത്തിയത്. അവളുടെ അടുത്ത് അനീഷിനെ പിടിച്ചിരുത്തി. കാരണം അയാൾ അത്ര ഭയങ്കര ഹർട്ടായി എന്ന് മനസ്സിലായി. കാരണം അയാൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈ പിള്ളേരല്ലേ, കുട്ടികളല്ലേ, നമ്മളൊരു 39 വയസ്സുള്ളവർ ഇപ്പോൾ പിന്നെ ഞാൻ ഈ പിള്ളേരെ കുട്ടികളാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഏജിലേക്ക് വരുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് അയ്യോ കുട്ടികൾ നമ്മളെക്കാട്ടി 10 വയസ്സിനെങ്കിലും ഇളയതായിട്ടുള്ള കുട്ടികളാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ കുട്ടികൾ എന്നാണ് അവരെ തോന്നുന്നത്. നമ്മളെക്കാട്ടി 10 വയസ്സിനോ അല്ലെങ്കിൽ ഒരു എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് എന്നെക്കാട്ടി 2 വയസ്സിലല്ല 1 വയസ്സിന് ഇളയതായിട്ടും ഞാൻ അവരെ കുട്ടികൾ, മക്കൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുക. കാരണം അവർ നമ്മൾ അവരെക്കാൾ കുറച്ചുകൂടി മുതിർന്നവരാണ്. നമ്മൾ കുറച്ചും കൂടി പക്വത കാണിക്കണം. അല്ലെങ്കിൽ അപ്പോൾ അത് കണക്ക് ഭയങ്കര കെയറിങ് ആയിട്ടിരുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിക്ക് പെട്ടെന്ന് ഹേർട്ടായി എന്തായാലും. എനിവേ അപ്പോൾ അങ്ങനെ ആദിലയുടെ അത്ര എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് ആദില മാറ്റിമറിച്ചു. ആദില അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ആദില നന്നായിട്ട് കളിക്കാമായിരുന്നു. എന്തായാലും ഈ വീക്കിലെ എവിക്ഷനൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ആദിലയ്ക്ക് മനസ്സിലായിക്കോളും ആരാണ്. ശൈത്യമായിരിക്കും പുറത്തേക്ക് പോവുക. ശൈത്യ, റൊണിയൽ, പിന്നെ 4 പേര് പോവുകയാണെങ്കിൽ അപ്പാനി വരെ ഉൾപ്പെടെ പോകും. എന്തായാലും നമ്മുടെ ആര്യൻ കാത്തൂറിയ എന്തോ ഇയാളെ പേരെന്തുവാ, ആര്യൻ കുത്തോറിയോ എന്തോ ആര്യൻ, അവൻ എന്തായാലും മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 1ാം സ്ഥാനത്ത് ഇപ്പോഴും അനുമോൾ തന്നെയാണ് തുടരുന്നത്. വേറെ ഒരു മാറ്റമില്ല. 2ാം സ്ഥാനത്ത് അനീഷാണ് കേട്ടോ. ഷാനവാസ് പിടിക്കുന്നുണ്ട് വരാൻ വേണ്ടിയിട്ട്. 3ാം സ്ഥാനത്തേക്ക് നമ്മുടെ ആരാണ്, ഷാനവാസ് ഓർ അനീഷ്. ഷാനവാസാണ് 3ാം സ്ഥാനത്തേക്ക്. 4ാം സ്ഥാനത്തേക്ക് നൂറയാണ്. അപ്പോൾ ഇങ്ങനെയാണ്. 5ാം സ്ഥാനത്തേക്ക് ജിസേൽ. ഈ ജിസേലിൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ, ബാക്കി താഴോട്ടുള്ളവരുടെ ഒന്നും കാര്യം അറിയേണ്ട കാര്യമില്ല. അപ്പോൾ 5ാം സ്ഥാനത്താണ് ജിസേൽ വന്ന് നിൽക്കുന്നത്. ജിസേൽ വരെയുള്ള ആൾക്കാർ മര്യാദയ്ക്ക് സേഫാണ്. അവർ തന്നെ വരുമോയെന്ന് എനിക്കറിയില്ല. വൈൽഡ് കാർഡ്സൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വൈൽഡ് കാർഡ്സിനും ഇതിനകത്ത് 5 പേരിൽ എൻട്രി ആവാനുള്ള ഒരു അവസരമുണ്ട്. കാരണം നന്നായിട്ട് കളിച്ചാൽ ഇവരാരെങ്കിലും ഇപ്പം തന്നെ ഷാനവാസ് അവിടെ ലൈവിൽ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞു. മസ്താനിയുടെ തന്തയ്ക്ക് വിളിച്ചു. പോടോ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞു. നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞാൽ മസ്താനിക്ക് അച്ഛൻ മരിച്ചുപോയ ആളാണ്. അപ്പോൾ അത് മോശമാണ്. അങ്ങനെ തന്തയ്ക്ക് ഇന്നലെയും ബിഗ് ബോസ് വാൺ ചെയ്താണ് ഒരിക്കലും ഇതാണൊക്കെയുള്ള മോശം വേർഡ്സ് ഉപയോഗിക്കരുത്. പിന്നെ നിന്റെ അച്ഛനെ പോയി വിളിക്കാൻ പറയുന്നത് മോശമായി, വളരെ വളരെ മോശമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഷാനവാസ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസ് ചിലപ്പോൾ അത് ഹീറോ കളിക്കാൻ ഞാൻ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. ഷാനവാസ് അസുഖമൊക്കെ ആയതുകൊണ്ട് കുറച്ച് എല്ലാവർക്കും സെൻറ്റിയൊക്കെ അടിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കളിച്ച് ഫൈനൽ 5-ലൊക്കെ വരണമെങ്കിൽ ഇങ്ങനെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷാനവാസ് നന്നായിട്ട് കളിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്നത്. അല്ലാതെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇവർ നെഗറ്റീവ് അടിച്ച് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നെഗറ്റീവ് അടിച്ച് പോവാതിരുന്നാൽ ഭാഗ്യം. എന്തായാലും നന്നായിട്ട് കളിച്ചു വരട്ടെ. ഇന്നലെ മെനഞ്ഞാന്ന് മുതലുള്ള എനിക്ക് ഷാനവാസിൻ്റെ ക്യാരക്ടർ അങ്ങോട്ട് എന്തോ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അനുമോളെ കുറ്റം പറയുന്നുണ്ട്. പല രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ മസ്താനി തന്തയ്ക്ക് വിളിച്ചു. അതുപോലെ തന്നെ
പല സ്ഥലത്തും അനീഷിന് അവിടെ ഇന്ന് രാവിലെ അനീഷ് പുറകെ നടക്കുന്ന കൈ എന്തായിന്ന് അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. കൈ എന്തായെന്ന് വെച്ചു, കൈ എന്തായെന്ന് വെച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതെ പോയി. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൈ എന്തോ കടിക്കോ പിടിക്കോ എന്നിട്ട് ചെയ്തത് അനീഷാണെന്നാണ് ഇന്നിപ്പോൾ പറഞ്ഞത്. പക്ഷേ അനീഷിനെ ഇടിച്ചത്, മൂക്കിന് ഇടിച്ചതും കഴുത്തിനെ പിടിച്ച് അമർത്തി ഇടിച്ചതും ഷാനവാസാണ്. അതിപ്പോൾ അനിമോള് പറഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞത്. അനിമോള് ചോദിച്ചു, തിരിച്ച് ഇയാൾ നിങ്ങളും തിരിച്ചു കൊടുത്തില്ല ഇക്ക എന്ന് ചോദിച്ചു. തിരിച്ച് അനീഷിനെ ഇടിച്ചത് ഷാനവാസാണ്. അതിപ്പം അറിഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരെ കുറിച്ച് അറിയുന്നത്. കാരണം അനീഷ് ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, ആരാണ് അടിച്ചത് ആരാണ് ഇടിച്ചതെന്ന് അറിയില്ല. അനീഷിനെ ഒത്തിരി സ്നേഹമൊക്കെ ഉണ്ട്, കോംബോ കളിക്കുന്ന പോലെ ഒരു സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഷാനവാസ് അത് അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നെക്സ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.